നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൂച്ചയുടെ ചിത്രങ്ങളാണ്. വ്യത്യസ്ത തരത്തിലുള്ള പൂച്ചകളുടെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ പൂച്ചകളെ വ്യത്യാസമായിട്ട് നോക്കുന്ന രീതിയിലായാലും അവരുടെ കിടത്തയായാലും ഉറക്കമായാലും ഒക്കെ എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തിയാണ് ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതെല്ലാം തന്നെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുകയും അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ കുറേയധികം പൂച്ചകളെ വരയിൽ ഉൾപ്പെടുത്തി. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പൂച്ചയെക്കുറിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൂച്ച എന്ത് ചെയ്യുന്നു, ഒരു നൂലിട്ട് അല്ലെങ്കിൽ ഒരു പന്തനെ വെച്ച് കളിക്കുന്നതായാലും ഒക്കെ എന്ത് ചെയ്തു നമ്മുടെ ചിത്രത്തിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്താണ് ഈ ചിത്രമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെയും വരുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തുള്ള നമ്മുടെ മനസ്സിൽ ഉറങ്ങി കിടക്കുന്ന കഴിവുകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരുപാട് ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കായാലും നമ്മളെക്കൊണ്ടും പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ വീണ്ടും ചിത്രങ്ങളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തോറ്റു കൊടുക്കത്തില്ല ഉണ്ണി, തോറ്റു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു എന്താണ് മനസ്സിലുണ്ടാവുന്ന ഒരു ആഗ്രഹങ്ങളായാലും നമ്മുടെ എന്ത് ഒരു വിഷമങ്ങളായാൽ പോലും നമുക്ക് ഒരുപാട് നമ്മുടെ കഴിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരാശ്വാസം കണ്ടെത്താം എന്നുള്ള രീതിയിലാണ് വീഡിയോകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കൊച്ചുനാൾ മുതൽ അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കും. കുറേയൊക്കെ അങ്ങ് ഭയങ്കരമായ പെർഫെക്റ്റായി വരയ്ക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ വരയ്ക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു, അത്യാവശ്യമൊക്കെ വരച്ചു പോകുന്നു. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കിത് ഡ്രോയിങ്ങായിട്ടോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല ഡ്രോയിങ്ങിൻ്റെ രീതിയിൽ. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുമുണ്ട്. അതെന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിത് ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ചിത്രങ്ങളുമൊക്കെ വരച്ചുൾപ്പെടുത്തി വരയ്ക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കുറേയേറെ പേരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ആയാൽ പോലും നിങ്ങൾ വളരെയധികം ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനി കാണുന്നവരായാലും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം പൂച്ചയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പൂച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് പെൻസിലിലൊക്കെ നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നു, ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിത്രങ്ങളെ കൂടുതൽ നമ്മൾ മോഡിഫൈ ചെയ്ത് വരച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പൂച്ചയുടെ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഒരുപാട് നമുക്ക് എത്രത്തോളം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. എന്നാലും നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനവൻ്റെ കഴിവുകൾ ഉൾപ്പെടുത്തുക, ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഒരു റിലാക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലും നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ ചില സന്ദർഭങ്ങൾ കിട്ടുമ്പോഴത്തേക്കുള്ള നമ്മുടെ ആ മൈൻഡിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളും ആ ഓർമ്മയിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ധൈര്യത്തിൻ്റെ മുകളിലും ഞാൻ എന്ത് ചെയ്യുന്നു, പൂച്ചയെ വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പൂച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൂച്ചയുടെ ഒരു പൊസിഷനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൂച്ചയെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലാബറേറ്റ് ചെയ്ത് ബ്ലാക്ക് കളറൊക്കെ കൊടുത്ത് ആ ഷെയ്ഡും ഒക്കെ കൊടുത്ത് പെൻസിലിൻ്റെ ഷെയ്ഡും ഒക്കെ കൊടുത്തെല്ലാം വരച്ചു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച ജസ്റ്റ് അതും കണ്ണടച്ചിരിക്കുന്നൊരു പൂച്ച അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു പൂച്ച.